നമസ്കാരം. പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ മരണപ്പെട്ട് ഇന്ന് സഞ്ചയനമായിരുന്നു അദ്ദേഹത്തിൻ്റെ. സഞ്ചയനത്തിനും നിരവധി ആളുകൾ എന്ന് വെച്ചാൽ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ സുരേഷ് ഗോപി വീട്ടിലെത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിനൊന്നും പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല സുരേഷ് ഗോപി ആ സമയത്ത് ദുബായിലായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് സുരേഷ് ഗോപി വന്ന് അദ്ദേഹത്തിന് അടക്കം ചെയ്ത സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചയന ചടങ്ങ് നടന്നത്. സഞ്ചയന ചടങ്ങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ചേച്ചിക്ക് അതിലൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ചേച്ചി അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ നടത്തിയതാണ്. മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു, ബന്ധുക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സത്യനന്ദിക്കാട് ഉൾപ്പെടെയുള്ളവരായിരുന്നു അവിടെ പങ്കെടുത്തത്. ഈ കാര്യം സുരേഷ് ഗോപി വന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് സുനിൽ സ്വാമി, നമുക്കറിയാം പ്ലാച്ചിമട സുനിൽ സ്വാമി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉഡായിപ്പ് എന്ന് വേണം പറയാൻ. അദ്ദേഹം പല കേസിലും പ്രതിയായി ജയിലിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വെള്ളയും ഇട്ടൊരു സ്വാമിയുടെ രൂപത്തിൽ വരുന്നു. അദ്ദേഹം വരുന്നത് ശ്രീചേട്ടൻ മരിച്ചതെന്ന് 20 ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചത്. ആ സമയത്ത് രാത്രിയാണ് ഈ സുനിൽ സ്വാമി വരുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവരവിടെ ഉണ്ട്. അപ്പോൾ സാധാരണ ആളുകൾ ഒരു മരണ വീട്ടിലേക്ക് വരുന്നവരാരാണെന്ന് പോലും നോക്കുന്നില്ല. നമ്മൾ വന്നു, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടവർ വരുന്നു, കണ്ടിട്ട് പോകുന്നു, ആ ഒരു ചടങ്ങായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വരികയും പിന്നീട് അദ്ദേഹം അവിടെ തന്നെ നില ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് രാവിലെ അദ്ദേഹം വന്നിട്ട്, ഈ സുനിൽ സ്വാമി ഒരാളും കർമ്മം നടത്താൻ വേണ്ടി കുടുംബാംഗങ്ങൾ ആരും പറഞ്ഞൊരു വ്യക്തിയല്ല. കർമ്മങ്ങൾ നടത്താൻ മറ്റ് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ശ്രീചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിനോടൊന്നും താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നില്ല എന്ന് നമുക്കറിയാം. പച്ചയായ ഒരു മനുഷ്യൻ. അദ്ദേഹം എന്നും ഭാര്യ പറയുന്ന പോലെ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനൊന്നും എതിർപ്പും നിന്നിട്ടില്ല എന്ന് വേണം അടുത്തുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ചടങ്ങ് വേണം. മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തുന്ന നിലയിലായിരുന്നു. എന്നാൽ ഈ സുനിൽ സ്വാമി അദ്ദേഹം എന്തിനാണ് ഇത്തരം കർമ്മം ചെയ്യാൻ അവിടെ വന്നത്? പല ആളുകൾക്കും പല സംശയം. കുടുംബാംഗങ്ങൾ ആരെങ്കിലും വിളിച്ചാണ്, നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു സമയം ആരെങ്കിലും, ഒത്തിരി ബന്ധുക്കളുണ്ട്, ആരെങ്കിലും വിളിച്ചതാണ്. പക്ഷേ ആരും വിളിച്ച് ഈ കർമ്മം നടത്തണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം വന്നത് വലിയ കുറ്റബോധത്തിൻ്റെ പാതയിലേക്ക് കുടുംബാംഗങ്ങൾ എത്തുന്ന നിലയിലേക്ക്. കാരണം ഇദ്ദേഹം ആരാണെന്ന് പോലും ഈ കുടുംബത്തിന് അറിയില്ല. ചേച്ചിക്കൊന്നും ഒരിക്കലും ഇദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. അപ്പം ഇവർ പറഞ്ഞു തരുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു നിലയിലേക്ക് ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനെ ഗണേ നീ അയക്കുന്നു നിർത്തുന്നു നീ വിളിക്കുന്നു ദേഹിയെ നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ. ഇദ്ദേഹം സ്വയം പേരെടുക്കാൻ വേണ്ടി, ഇത്രയും തട്ടിപ്പും വെട്ടിപ്പുള്ള ആൾ സ്വയം പേരെടുക്കാൻ വേണ്ടി അവിടെ വന്ന് നിന്ന് ഇത്രയും കോപ്രായങ്ങൾ കാണിച്ചു എന്നാണ് പറയാൻ. എന്നാൽ നല്ല രീതിയിൽ മന്ത്രങ്ങൾ പറയുന്ന തന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു. അവരാണ് മുഖ്യ കാർമ്മികത്വമൊക്കെ വഹിച്ചത്. അകത്തുള്ള ചടങ്ങുകളും വീട്ടിനകത്തുള്ള ചടങ്ങുകളൊക്കെ അവരാണ്. അവിടെയും വന്ന് ഈ സുനിൽ സ്വാമി ഇടപെടുന്നത് കാണുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതാരെങ്കിലും പറഞ്ഞായിരിക്കും ഇദ്ദേഹം എവിടെ നിന്നോ വന്നതാണ്, വലിയൊരു സ്വാമിയാണെന്ന നിലയിലേക്ക് ആണല്ലോ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇദ്ദേഹം വന്നതുകൂടി പിന്നീട് ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകൾ വന്നു തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് കുടുംബാംഗങ്ങളുമായി നേരിട്ട് അവിടെ പോയതാണ്. സഞ്ചയനമായിരുന്നു പോയിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവർക്ക് അത് ഒരു ഭയങ്കര ഒരു വിഷമത്തിലേക്ക് പോയി. അവരത് പറയാൻ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ആ കുടുംബങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്തതല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിനോട് ദുഃഖമുണ്ടായിരിക്കുന്നത്. പക്ഷേ ചില സോഷ്യൽ മീഡിയയിൽ ഇത്തരമുള്ള ആളുകൾ എന്തിനാണ് കൊണ്ടുവന്നത്, അങ്ങനെ നടത്താൻ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുടുംബങ്ങളിലുള്ള ആരും അറിയാത്തൊരു സംഭവം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം ആളുകളെ ഇനി എവിടെ വെച്ച് കണ്ടാലും, ഒരു സംസ്കാര ചടങ്ങ് നമ്മളൊക്കെ പല ആളുകളും മരിക്കുമ്പോൾ പോകുന്നത്, ഇങ്ങനെ ഒരു ആളുകളെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയാൻ നമ്മളൊരു തയ്യാറെടുപ്പ് വേണം. പക്ഷെ നമുക്ക് ആ സമയത്തൊന്ന് പ്രതികരിക്കാൻ ആർക്കും കഴിയില്ല. നമ്മളെല്ലാം കണ്ടെങ്കിൽ ആ സമയത്തൊന്ന് പ്രതികരിക്കാൻ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയുണ്ട്. നമുക്കറിയാം, ശ്രീചേട്ടനെ സംബന്ധിച്ചോളം നമുക്ക് അറിയാം, ശ്രീചേട്ടൻ ഉള്ളുകൊണ്ടെന്നും കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. വിമർശനങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആർക്കെതിരെ വിമർശനങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അത് ഉള്ള കാര്യങ്ങളെ തുറന്നു പറയും. ആ കാര്യങ്ങൾ തുറന്നു പറയുന്ന ശ്രീചേട്ടൻ്റെ അടുത്ത് ഇത്രയും വലിയ ഒരു മഹൽ വ്യക്തിയുടെ അടുത്ത് വന്ന് ഇത്രയും തിരിമറി നടത്തിയ ഈ സ്വാമിയെ എന്താണ് ചെയ്യേണ്ടത് പൊതുജനങ്ങൾ എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തെ പോലെയുള്ളവരെ നമ്മൾ തിരിച്ചറിയുക. ഒരു കാരണവശാലും
അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ കുടുംബത്തിന് വലിയ ഒരു സങ്കടം തോന്നിയ ഒരു നിമിഷമായിരുന്നു. അത് പിന്നീടാണ് ഇവരെല്ലാം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും വീടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് വരാൻ കഴിയാത്ത ആളുകളെല്ലാം ഈ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ വന്ന് സന്ദർശനം നടത്തി മക്കളെയും ചേച്ചിയും സമാധാനിപ്പിച്ച് പോകുന്ന കാഴ്ച നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയൊക്കെ ആയിട്ട് രാപ്പകലില്ലാതെ ആളുകൾ വരുന്നുണ്ട്. തുറന്നിട്ടിരിക്കുകയാണ് ഗേറ്റ്. എല്ലാവരും വരുന്നു, കാണുന്നു. ഇന്നൊക്കെ വന്നവരൊക്കെ ഞാൻ കാണുമ്പം അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ശ്രീചരൺ. സാധാരണ ആളുകൾ പലയിടങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, പല ജാതി മത ഭേദമിന്നെ വ്യത്യാസം രാഷ്ട്രീയമൊന്നും നോക്കാതെ ആളുകൾ വരുന്നത് നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു എനിക്കവിടെ ഉണ്ടായത്. ഞാൻ പോയതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ ഒരു സംസ്കാര ചടങ്ങിൽ നുഴഞ്ഞു കയറി ഇത്തരം ഒരു രീതി ചെയ്ത സുനിൽസ്വാമിക്ക് അദ്ദേഹം ഉഡായിപ്പാണെങ്കിലും ദൈവവിശ്വാസമുള്ള ആളുകളെ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് പുറത്തു തരില്ല, നിങ്ങൾക്ക് മാപ്പർഹിക്കുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറയാനുള്ളത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.